ആദായ നികുതി നിയമ ഭേദഗതി ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. 622 പേജുകൾ ഉള്ളതാണ് ഈ കരട് ബില്ല്. വ്യക്തികൾക്കുള്ള പുതിയ നികുതി വ്യവസ്ഥ നിർദ്ദേശിക്കുന്നത് കൂടിയാണ് ബില്ല്. കരട് ബില്ലിന്റെ പകർപ്പ് 24 ലഭിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, ആദായ നികുതി നിയമ ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ വരുന്നു. ആദായ നികുതി സ്ലാബ് വിപുലപ്പെടുത്തിക്കൊണ്ടുള്ള ധനമന്ത്രിയുടെ ബജറ്റിലെ പ്രഖ്യാപനം വളരെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആദായ നികുതി നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. 622 പേജുകളാണോ കരട് ബില്ലിലുള്ളത്? എന്തൊക്കെയാണ് ഇതിൽ നിർദ്ദേശിക്കുന്ന പുതിയ നികുതി വ്യവസ്ഥ? മറ്റെന്തെല്ലാം വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്? ഗോപികൃഷ്ണൻ, ബജറ്റ് പ്രസംഗത്തിനിടെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ നിലവിലെ ആദായ നികുതി നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള പുതിയ ബില്ല് പാർലമെന്റിൽ താൻ അടുത്തയാഴ്ച അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച ഈ ആദായ നികുതി പരിധി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തോട് ഒപ്പമായിരുന്നു പുതിയ ബില്ല് അവതരിപ്പിക്കുമെന്ന പ്രഖ്യാപനവും നിയമമന്ത്രി നടത്തിയത്. ഇതിന് പിന്നാലെ തന്നെ ഈ പുതിയ നിയമത്തിനായുള്ള വ്യവസ്ഥകൾ എല്ലാം തന്നെ തയ്യാറാക്കുകയും അതിൻ്റെ കരട് ഇപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ബജറ്റ് സമ്മേളനത്തിൽ, അതായത് നാളെ തന്നെ ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ഈ ബില്ലിന് അംഗീകാരം നൽകിയിരുന്നു. തുടർന്നാണ് ബിൽ ഇപ്പോൾ പാർലമെന്റിലേക്ക് എത്തുന്നത്. നാളെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കും. 622 പേജുകളാണ് ഈ കരട് ബില്ലിനുള്ളത്. അതിൽ പ്രധാനമായും വ്യക്തികൾക്കുള്ള പുതിയ നികുതി വ്യവസ്ഥ ഈ ബില്ലിൽ, ഈ കരട് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ആദായ നികുതി ഉദ്യോഗസ്ഥർക്കുള്ള അധികാര പരിധികൾ സംബന്ധിച്ചുള്ള വ്യക്തമായ വിശദീകരണങ്ങളും ഈ ബില്ലിൽ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ഉദ്യോഗസ്ഥർക്ക് തെരച്ചിൽ നടത്താനും സെൻഷറിങ്ങിനുമുള്ള അധികാരം ഈ ബില്ലിലും, പുതിയ ബില്ലിലും നിലനിർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആദായ നികുതി നിയമം സെക്ഷൻ 149 അനുസരിച്ച് തെരച്ചിൽ നടത്താനുള്ള കാരണം ബോധിപ്പിക്കേണ്ടതില്ല ഉദ്യോഗസ്ഥർ. അവർക്ക് അത്തരത്തിലുള്ള സംശയം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളോ ലഭിക്കുകയാണെങ്കിൽ അവിടെ ആ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്താം. അതിനായി ഈ തെരച്ചിൽ നടത്തുന്ന വ്യക്തിയെയോ മറ്റോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതോ മറ്റോ ബോധിപ്പിക്കേണ്ടതില്ല എന്ന് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നാളെ രാവിലെ തന്നെ ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് നീക്കം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ലോക്സഭയുടെ റിവൈസ്ഡ് ബിസിനസ് ലിസ്റ്റ് അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നെടുങ്ങാടി ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.